2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുക മാത്രമല്ല ചെയ്തത്. വരും തലമുറയിലെ നികുതിദായകർ അടച്ചു തീർക്കാൻ വലിയൊരു പെട്രോൾ ബില്ല് അവർ ബാക്കിവെച്ചു. വർഷങ്ങളോളം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഇന്ധനവിലയിൽ നടത്തിയത് അപകടകരമായ ഒരു രാഷ്ട്രീയ ചൂതാട്ടമായിരുന്നു. പെട്രോൾ വില യഥാർത്ഥ വിപണി നിരക്കിനനുസരിച്ച് നിശ്ചയിക്കുന്നതിന് പകരം വോട്ടിനു വേണ്ടി അവർ വില കൃത്രിമമായി കുറച്ചു. എന്നാൽ ഈ വ്യത്യാസം പിന്നീട് തിരിച്ചടക്കേണ്ട വലിയ ബാധ്യത ആയിക്കൊണ്ടേയിരുന്നു. എണ്ണ കമ്പനികൾക്ക് പണം നൽകുന്നതിന് പകരം UPA സർക്കാർ അവർക്ക് ഓയിൽ ബോണ്ടുകൾ നൽകി. അതായത് ഭാവിയിലെ സർക്കാരുകൾ വീട്ടേണ്ട ഒരു കടപ്പത്രം. Issuing bonds and loading deficits on oil companies is not a permanent solution to this problem. We are only passing on our burden to our children. 2005-നും 2009-നും ഇടയിൽ 1.53 ലക്ഷം കോടി രൂപയുടെ ബോണ്ടുകളാണ് UPA പുറത്തിറക്കിയത്. പലിശ നിരക്ക് ഏകദേശം 7% മുതൽ 8.4% വരെ ആയിരുന്നതിനാൽ ആ കടം ക്രമാതീതമായി വളർന്നുകൊണ്ടേയിരുന്നു. 2026-ൽ ഇതിന്റെ അവസാന ബോണ്ടും കാലാവധി പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ആകെ അടച്ചു തീർക്കുന്നത് 3.23 ലക്ഷം കോടി രൂപയായിരിക്കും. അതെ, അസൽ തുകയുടെ ഇരട്ടിയിലധികം. ഇതിൽ ഏകദേശം 1.7 ലക്ഷം കോടി രൂപ കേവലം പലിശ മാത്രമാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ ഈ സാമ്പത്തിക വിദ്യയുടെ ഭാരം നികുതിദായകർക്ക് പേറേണ്ടി വന്നു. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇന്ധനവില പരിഷ്കരിക്കുന്നതിനോടൊപ്പം തന്നെ കൈമാറി വന്ന ഈ കടം നിശബ്ദമായി അടച്ചു തീർക്കുകയായിരുന്നു. മുൻഗാമികൾ വരുത്തിവെച്ച സാമ്പത്തിക മാലിന്യങ്ങൾ തുടച്ചു നീക്കി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമാക്കുന്ന മോദി സർക്കാരിന്റെ ഈ നീക്കം ശരിക്കും ഒരു സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഇനി ആരെങ്കിലും പെട്രോൾ വില കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുകൂടി ഓർക്കുക. കോൺഗ്രസ് ഇന്ത്യക്ക് നൽകിയത് വില കുറഞ്ഞ പെട്രോളിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു കടമാണ്. ആ 3.23 ലക്ഷം കോടിയുടെ ബില്ല് അടച്ചു തീർത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. എന്നിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. എന്നാൽ സത്യം ലളിതമാണ്. ഇന്ത്യ ഇപ്പോൾ അടച്ചു തീർത്തത് 3.23 ലക്ഷം കോടി രൂപയുടെ വലിയ പെട്രോൾ ബില്ല് രാഹുലിന്റെ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയതാണ്. മൻമോഹൻ സിംഗിന്റെ ജനപ്രീണന രാഷ്ട്രീയവും നരേന്ദ്രമോദിയുടെ ഉത്തരവാദിത്വമുള്ള ഭരണവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇനി ഒരൊറ്റ ചോദ്യം കൂടി. കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളുടെ മറ്റൊരു ഉദാഹരണമല്ലേ ഇലക്ഷൻ മുൻനിർത്തി രാഹുൽ കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയും? നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമന്റുകൾ രേഖപ്പെടുത്തൂ. കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യും.